എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് അത് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് അതും നീളത്തിൽ വളരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത്രയുമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ പൊട്ടറ്റോയും ഞാനിവിടെ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് സവാളയും കൂടെ വളരെ കനം കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് പകരം കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാവ് കുഴയ്ക്കുന്നതിനനുസരിച്ചിട്ട് ആവശ്യമായിട്ട് വന്നാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ, 1 സ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കടലമാവ് ആവശ്യമായിട്ട് വന്നാൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇത്രയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിയാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണുള്ളതെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് മൂന്നും കൂടെ കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ്റെയും സവാളയുടെയൊക്കെ ആ ഒരു നനവിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വെള്ളം ആവശ്യമായിട്ട് വന്നാൽ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നനച്ചെടുക്കാം. നമ്മൾ ഉള്ളി വടയ്ക്കൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ഈ മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത് തയ്യാറാക്കി നമ്മളിനി റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി വയ്ക്കേണ്ട. ഇനി ഓയിൽ ചൂടാക്കുക. നല്ല രീതിയിലൊന്ന് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഷേപ്പിലും അല്ല തയ്യാറാക്കുന്നത്, ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ കനം കുറച്ചിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം പൊട്ടറ്റോയും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് കുക്കാവണമെങ്കിൽ കനം കുറച്ച് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒരു 4 എണ്ണം മാക്സിമം നമുക്കിതിൽ ചെയ്തെടുക്കാം. ആദ്യത്തേതിൽ അങ്ങനെ ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നന്നായിട്ട് കുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം എല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ എല്ലാ സൈഡും കുക്കാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഇത് ആദ്യത്തേത് ഒരു 4 എണ്ണം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്ത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിയാൽ അതിൽ നിന്നും കുറച്ച് ബോൺലെസ് ചിക്കൻ മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.